യേശുവിൻ്റെ വാക്കുകൾ, എന്നിലേക്കു വരുവീൻ ഭാരപ്പെട്ടവരെ. യേശു പറയുന്നു, ഭാരപ്പെട്ട എല്ലാവരും എന്നിലേക്കു വരുവീൻ, ക്രിസ്തുവിൽ വിശ്രമം കണ്ടെത്തുക. മത്തായി 11:28-30 യേശു പറഞ്ഞ ഏറ്റവും ആശ്വാസകരമായ ക്ഷണവചനങ്ങളിൽ ഒന്നാണിത്. സകല പരിശ്രമികളുമായും ഭാരങ്ങളുള്ളവരുമായ നിങ്ങളെല്ലാവരെയും ഞാൻ ആശ്വസിപ്പിക്കും. എന്നിലേക്കു വരുവീൻ, എൻ്റെ നുകം നിങ്ങളുടെ മേൽ ചുമപ്പീൻ, എൻ്റെ ഇടയിൽ നിന്ന് പഠിപ്പീൻ. ഞാൻ സൗമ്യനും ഹൃദയത്തിൽ ദീനനും ആകുന്നു. അങ്ങനെ നിങ്ങളുടെ പ്രാണന്മാർക്ക് വിശ്രമം ലഭിക്കും. എൻ്റെ നുകം എളുപ്പവും എൻ്റെ ഭാരവും ഭാരം കുറഞ്ഞതുമാകുന്നു. ഇവ വെറും കവിതാപദങ്ങളല്ല, ജീവിതം നൽകുന്ന വാഗ്ദാനങ്ങളാണ്. ഇന്ന് ലോകം സമ്മർദ്ദം, ആശങ്ക, നിരന്തരം വരുന്ന ആവശ്യങ്ങൾ എന്നിവ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആളുകൾ ക്ഷീണിതരാണ്. ശരീരത്തിൽ മാത്രമല്ല, മാനസികമായും ആത്മീകമായും. പലരും കുറ്റബോധത്തിൻ്റെ, ഭയത്തിൻ്റെ, മറ്റുള്ളവരുടെ പ്രതീക്ഷകൾ നിറവേറ്റാനുള്ള സമ്മർദ്ദത്തിൻ്റെ ഭാരത്തിൽ കഴിയുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് യേശു തരുന്ന വാഗ്ദാനം എന്താണ്? യഥാർത്ഥ ആത്മവിശ്രമം. എന്നിലേക്കു വരുവീൻ എന്നതിൻ്റെ അർത്ഥം എന്താണ്? യേശുവിൽ വരിക എന്നത് മതാചാരങ്ങളെക്കുറിച്ചോ ശീലങ്ങളെക്കുറിച്ചോ അല്ല. അത് ഒരു ബന്ധത്തെ പറ്റിയാണ്. അതായത് സ്വയം ആശ്രയിക്കുന്നതും സ്വന്തം ശക്തിയിൽ ജീവിക്കുന്നതും അവസാനിപ്പിച്ച് പൂർണ്ണമായും യേശുവിൽ ആശ്രയിക്കുന്നതാണ്. പലപ്പോഴും നമ്മൾ സ്വന്തം പ്രശ്നങ്ങൾ സ്വയം പരിഹരിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ യേശു പറയുന്നു, വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഈ ക്ഷണം എല്ലാവർക്കും, ദുർബലർക്കും, ക്ഷീണിതർക്കും, ഭാരപ്പെട്ടവർക്കും. യേശു തരുന്ന വിശ്രമം എന്താണ്? അവൻ തരുന്ന വിശ്രമം ശാരീരികമായ വിശ്രമമല്ല, ആത്മീയ സമാധാനമാണ്. യേശുവിൽ വരുമ്പോൾ പാപത്തിൻ്റെ ഭാരവും ലജ്ജയുടെ ചങ്ങലയും അവൻ നീക്കം ചെയ്യുന്നു. യേശുവിൽ നമുക്ക് ക്ഷമയും അംഗീകാരവും സ്നേഹവും ലഭിക്കുന്നു. ഇതാണ് യഥാർത്ഥ വിശ്രമം. എൻ്റെ നുകം ചുമപ്പീൻ. നുകം എന്ന് കേൾക്കുമ്പോൾ ചിലർക്ക് അത് ഒരു ഭാരമായി തോന്നാം. എന്നാൽ യേശുവിൻ്റെ നുകം വ്യത്യസ്തമാണ്. നുകം 2 പശുക്കളെ കൂട്ടിയിണക്കി ഭാരവും പങ്കിടാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. യേശുവിൻ്റെ നുകം സ്വീകരിക്കുമ്പോൾ നമ്മൾ അവനോടൊപ്പം നടക്കുകയാണ്. അവൻ നാം ചുമക്കാൻ കഴിയാത്ത ഭാരമാണ് ചുമക്കുന്നത്. അവൻ്റെ മാർഗവും സൗമ്യവും വിനീതവുമാണ്. എന്തുകൊണ്ട് അവൻ്റെ ഭാരമേൽക്കാൻ എളുപ്പമാണ്? കാരണം ഭാരത്തിൻ്റെ ഭൂരിഭാഗവും അവൻ തന്നെയാണ് വഹിക്കുന്നത്. നമ്മുടെ പങ്ക് വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുക മാത്രമാണ്. അവൻ ശക്തിയും കൃപയും നൽകുന്നു. പ്രശ്നങ്ങൾ ഇല്ലാതാകില്ല. എന്നാൽ യേശു നമ്മോടൊപ്പം ഉണ്ടാകുമ്പോൾ അവ നമ്മെ കീഴടക്കുകയില്ല. ഇന്ന് നിങ്ങൾക്കുള്ള ക്ഷണം. നിങ്ങൾ ക്ഷീണിതനോ? യേശു ഇന്ന് നിങ്ങളെ വിളിക്കുന്നു. എന്നിലേക്കു വരുവീൻ. നിങ്ങളുടെ ഭാരങ്ങൾ അവൻ്റെ കാൽക്കൽ വയ്ക്കുക. നിങ്ങളാൽ സാധിക്കാത്തത് അവൻ കൈകാര്യം ചെയ്യട്ടെ. അവൻ്റെ സമാധാനം സ്വീകരിക്കുക. അവൻ നിങ്ങളുടെ ആത്മാവിനെ പുതുക്കട്ടെ. കർത്താവായ യേശുവേ, എൻ്റെ ഭാരങ്ങളുമായി ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. അവയെല്ലാം നിന്റെ പാദങ്ങളിൽ വെച്ച് ഞാൻ വിശ്രമം സ്വീകരിക്കുന്നു. എന്നെ എല്ലാ ദിവസവും നിനക്കൊപ്പം നടക്കാൻ പഠിപ്പിക്കണമേ. ആമീൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.